നമ്മളൊരു അടിപൊളി പലഹാരമായിട്ടാണ് അമ്മച്ചിയുടെ കൂടത്തിൽ വന്നിരിക്കുന്നത്. നല്ലൊരു കൊഴുക്കട്ട അല്ലേ? ഒരു 4 മണി പലഹാരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. ഏത് സമയത്തും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ കൊഴുക്കട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കുറേ സാധനങ്ങളൊക്കെ അമ്മച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം അതിനകത്ത് ചേർക്കാനുള്ളതല്ലേ? സാധാരണ കൊഴുക്കട്ടയിൽ ഈ വെല്ലവും തേങ്ങയും മാത്രമല്ലേ വരുന്നുള്ളൂ. സാധാരണ എളുപ്പം ചെയ്യാം. ഇത് ഇച്ചിരി കൂടെ ഉണക്കമുന്തിരി, പറങ്ങണ്ടി, ബദാം, പിന്നെ ഏത്തയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതുണ്ട്. പിന്നെ തേങ്ങയുണ്ട്, ശർക്കരയുണ്ട്, ഉപ്പ്, അല്പം നെയ്യ് വെള്ളത്തിലൊഴിക്കും. നെയ്യും ഉപ്പും കൂടെ ഒഴിച്ച് വെള്ളം തിളപ്പിച്ചിട്ടാണിത്. ഇതെല്ലാം ഈ കൊഴുക്കട്ടയ്ക്കകത്ത് വരുന്ന സാധനങ്ങളാണ്. അതെ, അപ്പോൾ വളരെ രുചികരമായിട്ടുള്ളൊരു കൊഴുക്കട്ടയായിരിക്കും. അതെ അതെ. അപ്പോൾ എന്നാൽ നമുക്ക് പാകം ചെയ്യാം അല്ലേ? എന്നാൽ നമുക്ക് പൊടി ഒന്ന് കുഴയ്ക്കാനായിട്ട് തുടങ്ങാം. ഇനി ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജീരകം, ഉപ്പ്, ഒരു സ്പൂൺ നെയ്യും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിളപ്പിച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊഴുക്കട്ടയുടെ പരുവത്തിനായിട്ട് കുഴയ്ക്കുകയാണ്. ചൂടായതുകൊണ്ട് ഇപ്പോൾ സ്പൂൺ കൊണ്ടാണ് കുഴയ്ക്കുന്നത്. പിന്നെ കൈ കൊണ്ട് കുഴയ്ക്കാം. ജീരകമൊക്കെ വെള്ളത്തിലിടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റുമാകും, മണവുമാകും, നല്ല കഴിക്കാൻ നല്ല ഫ്ലേവറായിരിക്കും. പിന്നെ ഞാൻ തിളപ്പിക്കുന്ന വെള്ളത്തിലും ഇച്ചിരി ജീരകം ഇട്ട് വെച്ചിട്ടുണ്ട്. കൊഴുക്കട്ട ഉണ്ടാക്കാൻ പുഴുങ്ങുന്ന വെള്ളത്തിൽ. അപ്പോൾ അത് നല്ലതാണ്. ആ സ്മെല്ലൊക്കെ ഈ മാവിന് പിടിക്കും. 2 കപ്പ് പൊടിയെടുത്തതാണ്. നല്ല നേർമയുള്ള അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഇടിയപ്പത്തിനുണ്ടാക്കാം, പത്തിരി ഉണ്ടാക്കാം, കൊഴുക്കട്ട ഉണ്ടാക്കാം, അടയുണ്ടാക്കാം, എല്ലാത്തിനും പറ്റിയ പൊടിയാണ്. ആ മാവിൻ്റെ ചൂട് അല്പം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി കൈകൊണ്ട് കുഴയ്ക്കുകയാണ്. കൈകൊണ്ട് കുഴച്ച് നന്നായിട്ട് കുഴച്ച് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തേച്ച് 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ഫില്ലിങ്ങിനുള്ള സാധനമെല്ലാം ശരിയാക്കാം. ഒത്തിരി കുഴയണ്ട. മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരല്പസമയം 10 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് ശരിയാക്കാം. ഫില്ലിങ് ശരിയാക്കാനായിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം. പാൻ വെച്ചു. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യൊന്ന് ചൂടായി. അതിനകത്ത് കാഷ്നട്ട് ഇട്ടു. ഇത് ചെറുതായിട്ട് ചുമന്നു. അപ്പോഴേ ബദാമിൻ്റെ പരിപ്പ് എല്ലാം ഒന്ന് കടിക്കാനാണ്. കൊഴുക്കട്ടയ്ക്കകത്ത് നല്ല ടേസ്റ്റായിരിക്കും. ഇനി മുന്തിരി ഇട്ടു. ഇതിനകത്തേക്ക് തേങ്ങ ഇടുക. തേങ്ങയുടെ വെള്ളം ഒന്ന് പറ്റാനായിട്ട്. അങ്ങനെ കാഷ്നട്ടും ബദാം പരിപ്പ്, മുന്തിരി, തേങ്ങയുടെ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്തേക്ക് 1 ഏത്തയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർക്കും. അങ്ങനെ ഇതിനകത്തേക്ക് ഏത്തയ്ക്ക കട്ട് ചെയ്ത് വെച്ച് 1 ഏത്തയ്ക്ക കട്ട് ചെയ്ത് വെച്ച് അതും ചേർത്തു. ഏത്തയ്ക്ക ഇട്ടതിന് ശേഷം ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഉരുക്കി വെച്ചത്. അതും കൂടെ ഒഴിക്കുക. ഫില്ലിങ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്തേക്ക് ഏലക്കായ്, ജീരകം, പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചത് അതുകൂടി ഇടുക.
ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ നല്ല സ്മെല്ലാണ് ഇപ്പോഴ്. ഈ പരങ്ങണ്ടി ബദാമും എല്ലാത്തിൻ്റെയും കൂടെ നല്ല സ്മെല്ലാണ്. അതിൻ്റെ കൂടെ ഏത്തക്കായുടെയും ഏലക്കായുടെയും എല്ലാം കൂടെ നല്ല സ്മെല്ല്. ഇപ്പോൾ ഇത് തന്നെ 4 മണിക്കായാലും തിന്നാൻ കൊള്ളാം. ഇതിനകത്തൊരു ശകലം അവലൂടെ ഇട്ടാൽ ആയി നല്ല ടേസ്റ്റിൽ നമുക്ക് തിന്നാം. ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇനി കൊഴുക്കട്ട ഉരുട്ടിയിട്ട് അതിനകത്തോട്ട് ഈ ഫില്ലിങ് വെച്ച് ഷേപ്പാക്കി എടുക്കാൻ തുടങ്ങാം. മാവ് റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞു. ഇതിനി ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് വെള്ളം ഒന്ന് തിളപ്പിക്കും. വെള്ളമേ ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പോഴത്തേക്കൊന്ന് തുറന്ന് വെച്ച് ഓരോ കൊഴുക്കട്ടയും അതിലോട്ട് വെക്കാം. കൊഴുക്കട്ട എല്ലാം റെഡിയായി. ഇതെല്ലാം വെച്ചിട്ട് ഈ പാത്രം അടയ്ക്കുകയാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിപ്പോൾ കൊഴുക്കട്ട എല്ലാം റെഡിയാക്കി എടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കൊഴുക്കട്ട വെന്തോ എന്നറിയാനായിട്ട്. ആയിട്ടുണ്ട്. സിനോയ്, നമ്മുടെ കൊഴുക്കട്ട ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട്. ഒരു കട്ടൻ കാപ്പി ആയിരിക്കും നല്ല കട്ടൻ കാപ്പിയും കൂട്ടിയും കഴിച്ചേക്കാം. കട്ടൻ കാപ്പിയും കൊഴുക്കട്ട ആയിരിക്കും നല്ല കോമ്പിനേഷൻ. അപ്പോൾ അങ്ങനെ നമുക്ക് കഴിക്കാം. ആയിക്കോട്ടെ, എന്നാ എടുത്താൽ മതി. ഒന്ന് പൊട്ടിച്ചേ നമുക്ക് ചെറുതായിട്ടൊന്ന് കഴിക്കാം. നല്ല ചൂടായിരിക്കും അല്ലേ? ഇച്ചിരി ചൂടുണ്ട്, ആറി തുടങ്ങിയിട്ടുമുണ്ട്. ചൂടുണ്ട് കേട്ടോ. എന്തായാലും കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാൻ പറ്റി. ആ ബദാമും ഏത്തപ്പഴവും എല്ലാം കഴിച്ചു. അസാധ്യ രുചിയാ കേട്ടോ. എന്നുവെച്ചാൽ സാധാരണ കൊഴുക്കട്ട എന്ന് പറയുമ്പോഴേ ഒന്നേ പഞ്ചസാരയും തേങ്ങയും അല്ലെങ്കിൽ തേങ്ങയും ശർക്കരയും മാത്രമാണല്ലോ. ഇതിനകത്ത് ബദാമും ഏത്തപ്പഴവും പിന്നെ അങ്ങനെയുള്ള ആ ഉണക്കമുന്തിരി എല്ലാം കൂടെ വന്നപ്പം ഇതെല്ലാം കടിക്കുന്നുണ്ടല്ലോ. അതിനൊരു പ്രത്യേകത ഉണ്ടാവും. ബദാമൊക്കെ ഇങ്ങനെ കട്ടിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. എന്തായാലും നല്ല സൂപ്പർ കൊഴുക്കട്ടയാണ്. അടിപൊളിയായിട്ട് ഈ ഇങ്ങനെയുള്ള കുറെ ഐറ്റംസും കൂടെ ഇതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്തേക്കുന്നുണ്ട്. കടിക്കുമ്പോ തന്നെ ഒരു പ്രത്യേക കാണുന്നവരെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പൊ ഇനി കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോ ഇതുപോലെ കുറച്ച് ഏത്തപ്പഴം, കുറച്ച് ബദാമും, കുറച്ച് ഉണക്കമുന്തിരി അതെല്ലാം കൂടെ കൂടിയിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം ഉണ്ടാക്കി നോക്കാൻ. അടിപൊളിയായിരിക്കും. തേങ്ങ, ശർക്കര എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് ഫില്ല് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ അടിപൊളി കൊഴുക്കട്ടയായിരിക്കും. അപ്പൊ എല്ലാവരും എന്തായാലും ഒന്ന് വെച്ച് നോക്കണം. എന്നിട്ട് അതിന്റെ ടേസ്റ്റിനെ കുറിച്ച് അമ്മച്ചിനെ കമന്റ് ആയിട്ടൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പൊ അമ്മച്ചി എന്നാ ഈ ബാക്കി കൊഴുക്കട്ട നമുക്ക് കട്ടൻ കാപ്പി കൂട്ടിയും കഴിക്കാം അല്ലേ? അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.